എല്ലാവർക്കും നമസ്കാരം. കേന്ദ്രത്തിലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണം വരുമോ എന്നുള്ളൊരു ആശങ്കയും ഭയമൊക്കെ നിക്ഷേപകർക്കുണ്ടായിരുന്നു. അതേതായാലും മാറിക്കിട്ടി. മൂന്നാമതും NDA സർക്കാർ തന്നെ ഭരണത്തിൽ വരും എന്നുള്ള തീരുമാനം വന്നതോടുകൂടി വീണ്ടും കുതിച്ചു കയറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. എക്കാലത്തെയും അതായത് ആൾ ടൈം ഹൈയിലാണ് ഇന്നത്തെ മാർക്കറ്റ് വന്നിരിക്കുന്നത്. സെൻസെക്സ് 1720 പോയിൻറ്റിൻ്റെ കുതിപ്പാണ് നടത്തിയത്. അതേപോലെ നിഫ്റ്റി 498 പോയിൻറ്റ് പോസിറ്റീവ് തന്ന് 23,320 എത്തി. BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും തിരിമറികൾ നടന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമോ എന്ന ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് തകർന്നത്. എന്നാൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി ആകുമെന്ന് ഉറപ്പായതോടെ റെക്കോർഡ് നേട്ടമാണ് മാർക്കറ്റിലുണ്ടായിരിക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സായ സെൻസെക്സിൻ്റെ 30 ഷെയറുകളാണ് ഇന്ന് പോസിറ്റീവിലായത്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്ന്. 22,975 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ഭാഗത്ത് നിന്ന് 975 ബ്രേക്ക് ചെയ്തിട്ട് എത്ര പോയി? 351 പോയിൻറ്റിൻ്റെ പോസിറ്റീവാണ്. 351 പോയിൻ്റാണ് മുകളിലേക്ക് പോയത്. വീഡിയോ കണ്ടവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും. ഇന്നലെ കൊടുത്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ടാറ്റ ടെക്കമാണ് 1067 ബൈ എൻട്രി പറഞ്ഞത്. അയ്യടാ, അത് ബ്രേക്ക് ചെയ്തിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്തേത് 5 സ്റ്റാർ ആയിരുന്നു. 5 സ്റ്റാർ 788. ഓക്കെ, പക്ഷേ 788 ഓപ്പൺ ചെയ്തത് 788 തന്നെയാണ്. 785 വരെ വന്നു, അതുകൊണ്ട് എൻട്രി ലഭിച്ചിട്ടുണ്ട്. 785 വന്നിട്ട് മേലെ കയറിപ്പോയി. അപ്പോൾ നമുക്ക് എൻട്രി ലഭിച്ചു. നമ്മുടെ 795 800 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എത്രയാ? കണ്ടമാനം പോയിട്ടുണ്ട്. 836 വരെ പോയിട്ടുണ്ട്. 862 വരെ പോയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റിന് മുകളിൽ പോകാനെങ്കിൽ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട രീതി നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നാളെ വീഡിയോ ചെയ്യാൻ കഴിയില്ല. മറ്റൊന്ന് നമുക്ക് തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് സെറ്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നോക്കൂ, ഇന്നൊക്കെ നല്ല പ്രോഫിറ്റാണ് നമുക്ക്. ഇത് പ്രീമിയം ഗ്രൂപ്പാണ്. അതിന് പുറമെ വൈകുന്നേരം കൊടുത്തു നോക്കൂ. ഇത് കമ്മോഡിറ്റി ആൻഡ് സ്റ്റോക്ക് ഓപ്ഷൻ ഗ്രൂപ്പാണ് കേട്ടോ. ഏതിലെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്താൽ ഇതിലേക്കും ആഡ് ചെയ്യും. ഇതിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യും. അതിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യും. 5 മണിക്ക് 127 മുകളിൽ എടുക്കാൻ പറഞ്ഞു. 127 വന്നില്ല, മുകളിൽ വന്നില്ല. അതുകൊണ്ട് പിന്നെ താഴേക്ക് വന്ന് പോയപ്പോൾ 110 എടുത്തോളാൻ പറഞ്ഞു. കണ്ടില്ലേ, 110 എടുത്തു. 126.80 ആയി ചെയ്തു. പിന്നെ അവിടെ കുറേ നേരം കൺസോൾട്ടേഷനായി. 110 ടു 126.80 നമുക്ക് 16 പോയിൻ്റ് കിട്ടി. അവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്തപ്പോൾ 127 മുകളിൽ വന്നാൽ എടുക്കാമെന്ന് വീണ്ടും പറഞ്ഞു. നോക്കൂ, 127 എടുത്തു. 132 വരെ ഇപ്പോൾ പോയിട്ടുണ്ട്. അത് വീണ്ടും റാലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 130, 90, 131 ഇങ്ങനെ നിൽക്കുകയാണ്. മുകളിലേക്ക് പോകും. ഏകദേശം നോക്കൂ, ഇതുവരെ എത്താനുള്ള സാധ്യതയുണ്ട്. 176 അല്ലെങ്കിൽ 170 മുകളിൽ 170 വരെ എന്തായാലും വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടാം. ദിവസവും പ്രോഫിറ്റാണ്. 5 സിഗ്നൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും ഒരു 4 പ്രോഫിറ്റ് ആവും. 1 SL ഹിറ്റാവുള്ളൂ. ഇന്നൊക്കെ ഒരെണ്ണം 1 പ്രോഫിറ്റ്, 2 പ്രോഫിറ്റ്, 100, 110. ഇത് 100 110 വരെ പോയിട്ടുള്ളൂ. നമ്മുടെ ടാർഗറ്റ് 130. ക്ലയൻറ്റ്സ് എന്ത് ചെയ്തു എന്നറിയില്ല. ചിലർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ടാവും. നോക്കൂ, സെൻസെക്സ് 300 ടു 410 വരെ പോയി. അതേപോലെ 70 ടു 90 അതിന് മുകളിൽ പോയിട്ടുണ്ടത്. പിന്നെ എഴുതിയില്ല എന്നുള്ളൂ. പിന്നെ ബാങ്ക് നിഫ്റ്റി 350 മുതൽ 440 വരെ പോയിട്ടുണ്ട്. 360 മുതൽ 440 വരെ പോയിട്ടുണ്ട്. പിന്നെ 330 മുതൽ
65 വരെ പോയിട്ടുണ്ട്. പിന്നെ 0 ഹീറോ 40, ഇത് SL8 ആയിട്ടുണ്ട് കേട്ടോ. 0 ഹീറോ സെൻസെക്സ് 73,800 SL8 ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഇത്രയും കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ജനറൽ ഗ്രൂപ്പിൽ, നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതുവഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ഗ്രൂപ്പായി ഇതിലേക്കാണ് വന്ന് ചേരുക. നമ്മൾ ഇതിൽ ഇന്ന് നിറയെ കൊടുത്തിട്ടുണ്ട്, എല്ലാം പ്രോഫിറ്റാണ്. ഒരെണ്ണം, അതായത് രാവിലെ നേരത്തെ കൊടുത്തത് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ SL ഹിറ്റായത് തന്നെ, രാവിലെ കൊടുത്ത് SL ഹിറ്റായിട്ടുണ്ട്. ഇത് ഓക്കെ, ഇത് മാത്രമേ SL ഹിറ്റായിട്ടുള്ളൂ, ബാക്കി എല്ലാം പ്രോഫിറ്റാണ്, നല്ല പ്രോഫിറ്റാണ്. രണ്ടാമത് കൊടുത്ത് 70 ടു 90, മൂന്നാമത് കൊടുത്ത് 300 ടു 334. പിന്നെ സ്ക്രീൻഷോട്ട്, അതായത് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ കൊടുത്താണിത്. അതിന് ശേഷം, അതായത് നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ കൊടുത്ത് ഒരു ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ജനറൽ ഗ്രൂപ്പിൽ കൊടുക്കും. അങ്ങനെ കൊടുത്തതിന് ശേഷം നോക്കൂ, 300 മുതൽ 358 വരെ വന്നിട്ടുണ്ട്. പിന്നെ അതാ നിഫ്റ്റി 235 മുകളിൽ എടുക്കാൻ പറഞ്ഞു, അത് കണ്ടമാനം പോയി. 243 അത് 350-400 വരെ പോയിട്ടുണ്ട്. ഓക്കെ, താഴേക്ക് വരാതെ പോയി. അതേപോലെ തന്നെ ജനറൽ ഗ്രൂപ്പിൽ ഇന്നുള്ളവർക്ക് അറിയാൻ പറ്റും, കണ്ടമാനം കൊടുത്തിട്ടുണ്ട്, എല്ലാം പ്രോഫിറ്റാണ് കണ്ടോ. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ ഗ്രൂപ്പിൽ ഞങ്ങൾ ദിവസവും 2 പ്രോഫിറ്റബിൾ സിഗ്നൽ കൊടുക്കാറുണ്ട്. ഓക്കെ, എന്തായാലും ട്രേഡുകൾ നിങ്ങൾ തനിയെ ചെയ്യുകയാണെങ്കിൽ ട്രേഡുകളൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 89% പേരും പരാജയത്തിലാണ് കേട്ടോ. സമ്പാദിച്ചവരാരുമില്ല. മാർക്കറ്റിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ സമ്പാദിച്ചവർ വിരലിൽ എണ്ണാവുന്നവരേ ഉണ്ടാവുള്ളൂ. കൃത്യനിഷ്ഠമായ ഒരു പ്ലാനിങ്ങിലൂടെ, ഒരു സ്ട്രാറ്റജിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കുറേ വേറൊരെണ്ണം പരീക്ഷിച്ച്, കുറേ ഇത് പരീക്ഷിച്ച്, കുറേ അത് പരീക്ഷിച്ച് അങ്ങനെ പറ്റില്ല. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്ന് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി സക്സസ് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുക. അതിനെ ഫോളോ ചെയ്തിട്ട് അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഓരോ ലോട്ട് എടുത്ത് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് വീക്ക് അത് 2 ലോട്ടാക്കുക. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വിത്ഡ്രോവൽ ചെയ്യാതെ 2 ലോട്ടാക്കുക. പിന്നീട് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ അത് 3 ലോട്ട് എടുക്കാനുള്ള ക്യാപിറ്റൽ ആയിട്ടുണ്ടാവും. 3 ലോട്ടാക്കുക. അങ്ങനെ മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരാളുടെ ഇതുപോലെ ചെറിയ സംഖ്യ കൊടുത്ത് പ്രീമിയം ഗ്രൂപ്പുകൾ ഉണ്ടാവും. എൻ്റെ പ്രീമിയം ഗ്രൂപ്പിൽ തന്നെ ചേരണമെന്നില്ല, വേറെ ആരുടെയും ചേരാം. കൃത്യമായി അവരെ ഫോളോ ചെയ്യുക. അവരെ ഫോളോ ചെയ്തിട്ട് ഞങ്ങളെപ്പോലുള്ള മറ്റുള്ളവരെ ഫോളോ ചെയ്യാൻ പാടില്ല. അതേപോലെ ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് മറ്റുള്ളവരെ ഫോളോ ചെയ്യാൻ പാടില്ല. ചില ആളുകളുണ്ട്, കുറേ യൂട്യൂബ് ലൈവ് കണ്ടിട്ട് അവർ പറയുന്നത് എടുക്കും. അവരെങ്ങനെയാണ് പറയുകയെന്ന് പറഞ്ഞാൽ, പ്രോപ്പറായപ്പോൾ നമ്മളും യൂട്യൂബ് ലൈവ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ പറയുക പ്രോപ്പറായ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ്. നല്ല കാര്യമാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മാർക്കറ്റിൻ്റെ ഓരോ ടൈമിങ്ങിലെ മൂവിങ്ങിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുത്ത് പോവുകയാണെങ്കിൽ അത്ര തടി തട്ടില്ല. ഇപ്പോൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്ന പല ആളുകൾ എന്താ ചെയ്യൽ, അവർ ഞാൻ നേരത്തെ ഇന്നലെ വീഡിയോയിൽ ചെയ്തല്ലോ, അതായത് നമുക്ക് 22,975 മുകളിൽ പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യും, 975 മുകളിൽ എടുക്കാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറയും. അത് ചിലപ്പോൾ താഴേക്കൊക്കെ വരും. അവരൊരു നിശ്ചിത സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അതുപോലെ അത് പരമാവധി കിട്ടും. പക്ഷേ അങ്ങനെ കിട്ടുക മാസത്തിൽ കുറച്ച് ദിവസങ്ങളായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ യൂട്യൂബ് ലൈവ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് ലൈവ് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഏതെങ്കിലും പ്രീമിയം ഗ്രൂപ്പാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അയാളെ മാത്രം ഫോളോ ചെയ്യുക. അയാളെ ഫോളോ ചെയ്ത് വേറെ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്ത് അങ്ങനെ ചിലപ്പോൾ 1-2 ദിവസം പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അത് പിന്നെ ഒരു ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ഷമയോടെ, കൃത്യതയോടെ, പെർഫെക്റ്റോടെ ഓരോ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും, ഓരോ ട്രേഡുകളും ചെയ്ത് മുന്നോട്ട് പോയാൽ ഇത് നിസ്സാരാണ്, നമുക്കും സംഭവിക്കാൻ പറ്റും. ഏതായാലും നല്ല ലാഭകരമായ ദിനങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ. ആർക്കും എപ്പോഴും നമ്മോട് സംശയങ്ങൾ ചോദിക്കാം ടെലഗ്രാം ഗ്രൂപ്പിൽ ടെലഗ്രാം നമ്മുടെ പ്രൈവറ്റിൽ വന്നിട്ട്. താങ്ക് യു.